കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 2 പ്രതികൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ജിതാ ഭാസ്കർ, ശ്രീലത എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത്. ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, ഈ കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോടതിയാണ് ജാമ്യം അനുവദിക്കുന്നത്. എന്തൊക്കെ വ്യവസ്ഥകൾ, ഏത് സാഹചര്യം കോടതി നിരീക്ഷിക്കുന്നു? രതീഷ, ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ 2 പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നതെന്നാണ് ജസ്റ്റിസ് JK മഹേശ്വരിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ 2 പേരും സ്ത്രീകളാണ്. കേസിലെ 21-ാം പ്രതി ജിതാ ഭാസ്കറും അതുപോലെ തന്നെ 22-ാം പ്രതി ശ്രീലതയ്ക്കുമാണ് സുപ്രീം കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്ന ജിതാ ഭാസ്കർ കേസിലെ 1-ാം പ്രതിയുടെ ഭാര്യയും അതുപോലെ തന്നെ ഈ 3-ാം പ്രതിയുടെ ഭാര്യയാണ് ഈ ജാമ്യം രണ്ടാമതായി അനുവദിച്ചിരിക്കുന്ന ശ്രീലത. ഇരുവരും ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന അല്ലെങ്കിൽ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ ക്രമക്കേടുകളിലും അവർക്ക് അറിവുണ്ടായിരുന്നു, അവർക്ക് പങ്കാളിത്തമുണ്ട് തുടങ്ങിയ വാദങ്ങളായിരുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷദ് ബി ഹമീദ് സുപ്രീം കോടതിയിൽ വാദിച്ചത്. പക്ഷേ കോടതി പറഞ്ഞത് ഇവർ വനിതകളാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇവർക്ക് ജാമ്യം അനുവദിക്കുന്നുവെന്നാണ് ഇന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവർക്ക് ജാമ്യം ലഭിച്ചു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് മറ്റാർക്കും കോടതിയെ ജാമ്യത്തിനായി സമീപിക്കാൻ വേണ്ടി കഴിയില്ല. അതായത് ഇവരുടെ ജാമ്യ ഉത്തരവ് കേസിലെ മറ്റു പ്രതികൾക്ക് ജാമ്യത്തിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. നേരത്തെ ഈ 1-ാം പ്രതിയുടെ 3-ാം പ്രതിയുടെ ഒക്കെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി നിരാകരിച്ചിരുന്നു. പക്ഷേ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇരുവർക്കും ഇപ്പോൾ കോടതി ജാമ്യം. പ്രത്യേക സാഹചര്യത്തിലാണ്, മറ്റുള്ളവർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.